Morning. എങ്ങനെയുണ്ട് ചൂട് എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല ചൂടാണല്ലേ, കൂടുതലാണ്. മോർണിംഗ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, പുറത്തൊന്നും പോണ്ട. ചൂടത്തെ എങ്ങനെ പോവാനാ പുറത്തേക്കല്ലേ? രാത്രിയില് ഉറക്കമൊന്നുമില്ല. ഞാനൊക്കെ 11:30-ഒക്കെയാണ് ഉറങ്ങുന്നത്. പക്ഷെ അതൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും വന്ന് വല്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങാനും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാനായിട്ട് പറ്റിയില്ല. അതാണ് പ്രശ്നം. അതെ, ഇടയ്ക്ക് എണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ടൊക്കെ തിരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉറക്കം പോകും. അത്രയും ചൂടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. കരണ്ട് പോയി. കരണ്ട് പോയാൽ പിന്നെ നല്ലോണം ഉറങ്ങിക്കോളൂ അല്ലെ? തണുപ്പുണ്ടോ? എവിടെയാണ് എന്നാ വീട് എവിടെയാ? അതെ അതെ, ചൂടും നോമ്പും. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ മുസ്ലിം കുട്ടികൾക്ക്. വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കൂലേ? ചൂട് കാലത്തൊക്കെ വെള്ളം കുടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അല്ലേ, നമുക്ക് തന്നെ പറ്റുന്നില്ല. വന്നിട്ടുണ്ടല്ലേ? അപ്പൊ നോമ്പ് മുറിക്കാൻ പറ്റോ? അങ്ങനെ അസുഖം വന്നാലും നോമ്പ് മുറിക്കാൻ പറ്റോ? ഇല്ല, മരുന്നൊക്കെ കഴിക്കണല്ലേ? മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ? ഓക്കെ. ഡോക്ടറെ കാണിച്ചോ മുബി? മരുന്ന് കഴിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നോമ്പൊക്കെ ഈ ചൂട് കാലത്ത് വരുമ്പോ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ചുമ ഭയങ്കര വില്ലനാണല്ലോ. ചുമ നമ്മളെ പൊടിക്കൈകളൊന്നും വെച്ചിരിക്കണ്ട, മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഡോക്ടറെ കാണാട്ടോ. ചുമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വരുത്താതെ നോക്കുക എല്ലാവരും. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്, ഹസ്ബൻഡിന് മാത്രമില്ല. അപ്പൊ മരുന്നിലാണ് എല്ലാവരും. അതെ, വൈറസാണ്. കൊറോണ പോലത്തെ വൈറസാന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. ലെൻസിൽ കയറി പിടിക്കും. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോ എല്ലാവരും മാസ്ക് വെച്ചിട്ട് പോവാട്ടോ. പൊടിയാണ് ഭയങ്കരമായിട്ട് അലർജീസ് ഉണ്ടാക്കുന്നത്. അലർജി വന്നു കഴിഞ്ഞാൽ പെടും. ചുമ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, ആവി പിടിക്കാം. അതുപോലെ തന്നെ ഡോക്ടറെ കാണാം. അതെ, എല്ലാവർക്കും ഉണ്ട് ചുമ ഈ സീസണിൽ. ചുമ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാര് പോലും പറയുന്നുണ്ട് ചുമ മാറില്ല, ബുദ്ധിമുട്ടാണ്, 1-2 മാസമൊക്കെ പിടിക്കുന്നു. വരുത്താതെ നോക്കുക. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു. ഞാനിപ്പോ സെക്കൻഡ് ഡോസ് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തോ 1 ദിവസം 2 ദിവസം തന്നെ പനിക്കുള്ളൂ. പിന്നെ അത് സൗണ്ട് ഉണ്ടാവില്ല. സൗണ്ട് അടയും. സൗണ്ട് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതാണ് വൈറസാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുക എല്ലാവരും. പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ വരുത്താതെ നോക്കുക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. അതെ, എല്ലാവരും ഉണ്ട്. നോട്ട്സ് അറിയാ. രാത്രിയാണ് പ്രശ്നം. നമുക്ക് കാലത്തൊക്കെ അത്ര കുഴപ്പമില്ല. രാത്രിയൊക്കെ തൊണ്ടിങ്ങനെ കരകരപ്പാണ്. തൊണ്ട കുത്തിച്ചൊമയ്ക്കില്ലേ, അത് വന്നു കഴിഞ്ഞാൽ പണി പാടും. അതാ പ്രശ്നം. അതെ, ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ചൂടും ചുമയും. എന്ത് ചെയ്യാനാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചുമച്ച് നമുക്ക് അവശതകൾ നമ്മള് ലാസ്റ്റ് വയറ്റിൽ വീഴും, വയറുവേദനയൊക്കെ വരും. പക്ഷെ രക്ഷയില്ല, ചെയ്യണം. മാറില്ല ചുമ, അതാണ്. ഓക്കെ, job description of a purchasing clerk or assistant. പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് പർച്ചേസിംഗ് അസിസ്റ്റന്റ് എന്ന് കൂടിയും പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇനി അവിടെ തുടങ്ങിയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പർച്ചേസിംഗ് ക്ലർക്ക് ഓർ പർച്ചേസിംഗ് അസിസ്റ്റന്റ് എന്താണ് നോക്കിയേ. The purchasing clerk undertake day-to-day work. ഓക്കെ, പർച്ചേസിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈനംദിന ജോലികളാണ് ഏറ്റെടുക്കുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, സോറി കേട്ടോ. അത് ഷെയർ ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, അപ്പോ പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ വർക്കുകൾ അല്ലെ, ദൈനംദിന ഡേ ടു ഡേ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പോയിന്റ് വൈസ് ആയിട്ട്. കളക്ട് ആൻഡ് മെർജ് purchase order and purchase requisition so as to order materials, goods and supplies. നമുക്ക് എന്താണ്, നമ്മള് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിൽ കൊടുക്കുന്നത്. റിക്വസിഷൻ കൊടുക്കും അല്ലെ, നമ്മൾക്ക് ഇന്ന മെറ്റീരിയൽസ് വേണം, ഇന്ന മെഡിസിൻസ് വേണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും അഭ്യർത്ഥനകൾ നടത്തും. അവരെന്ത് ചെയ്യും? ഓർഡറുകൾ സ്വീകരിക്കും അല്ലെ. ആ ഓർഡറുമായിട്ട്, ഗുഡ്സ് ആൻഡ് സപ്ലൈസിന്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതുപോലെ അതെന്ത് ചെയ്യുന്നുണ്ട്? മർജ് ചെയ്യിപ്പിക്കും, ലയിപ്പിക്കും അല്ലെ. എന്നിട്ടാണ് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടതായിട്ടുള്ള അതിന്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? പർച്ചേസിംഗ് ക്ലർക്കാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ ഓർഡർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് യോജിപ്പിച്ച് പർച്ചേസ് ഓർഡർ കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്കിന്റെ ജോലിയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പിന്നെന്താ? ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ സപ്ലയർമാർക്ക് കൈമാറുന്നു അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പല പല ഐറ്റംസും ഉണ്ട്, അവർക്ക് വേണ്ടതായിട്ടുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈസിന് ഈ ഇൻഫർമേഷൻസ് കൈമാറും. ഇനി എന്താ? റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. എന്ത് ചെയ്യുന്നുണ്ട്? റീചെക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യാനുസരണം സ്റ്റോക്കുകൾ പുതുക്കി ഓർഡർ ചെയ്യുക, റീചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡർ തന്നെയല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ റീചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. എന്ത് ചെയ്യണം? സപ്ലയറുമായിട്ട് ഡെയിലി ബേസിസിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. എന്താണ്? എപ്പോ കിട്ടും, എന്ന് വരും അല്ലെ.
നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് കിട്ടുന്നത്, അവൈലബിൾ ആകുന്നത് എപ്പോഴാണ് എന്നുള്ളത്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഡെയിലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെന്താ, സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. സപ്ലയറിനോട് കൃത്യമായിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഓർഡറുകൾ കൃത്യമായിട്ട് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുക, നിരീക്ഷിക്കുക. ഓക്കെ, എന്താണ് ഓർഡറുകൾ വ്യത്യാസമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഡെലിവറികൾക്ക് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്താം. ഇനി എന്താ, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ എന്നാണ് കേട്ടോ അവിടെ. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റില് ഓൾഡർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓർഡർ എന്നാക്കുക അല്ല, ഓർഡർ എന്നാക്കുക കേട്ടോ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓൾഡൻ ആണല്ലേ, ഓർഡർ എന്നാക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരു ഓൺലൈൻ പർച്ചേസ്, നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമ്മള് ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ വിളിച്ച് ചോദിക്കും അല്ലെ, എപ്പോ വരും, ഇന്ന് വരും. ഇപ്പൊ നമ്മള് വലിയോടത്തൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല, നമ്മൾ അന്വേഷിക്കും എപ്പോഴാണ് വരുന്നത്, നമ്മൾ പോകുന്നതിന് മുമ്പ് വരുമോ, എവിടെ എത്തി അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്. അതാണ് എന്ത്, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. ഇനി എന്താണ്, ഇനി ഓർഡർ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, സാധനങ്ങൾ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണോ അല്ലെ, എന്താണ് സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാറി വന്നിട്ടുണ്ടോ. ചിലവര് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും, ഇത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താണ്, ചിലപ്പോ അഡ്രസ്സിലോ പേരിലൊക്കെ വ്യത്യാസം വരാം ഇല്ലേ. നമ്മൾ ഓർഡർ ചെയ്യാത്തത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുതരാറുണ്ട് ഇല്ലേ, മാറി പോവാറുണ്ട്. അപ്പൊ അങ്ങനെ അത് സപ്ലൈ ചെയ്യാത്ത ഓർഡർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ അണ്ടർ ഓർഡേഴ്സ്. അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർഡർ ചെയ്തതിനെക്കാട്ടിലും കുറവ് ചിലപ്പോ കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോ ഒരു 10 എണ്ണം ചെയ്തിട്ടുണ്ടാവും, 8 എണ്ണം ആയിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഓവർ ഓർഡേഴ്സ്. 10 എണ്ണം ഓർഡർ ചെയ്തു, 15 എണ്ണം കൊണ്ടുവന്നു അല്ലെ, കൂടുതൽ ഓർഡേഴ്സ്, നമ്മൾ ഓർഡർ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ. ഇനി എന്താ, ഡാമേജ്ഡ് ഗുഡ്സ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള ഗുഡ്സ് ആയിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. പിന്നെന്താ, make sure that many invoice are sent to account for payment. ഇനി നമ്മൾ കറക്റ്റ് ആക്കി നമ്മൾ ഇൻവോയ്സും കറക്റ്റ് ആക്കി പ്രിപ്പയർ ചെയ്ത് തരും. അതുപോലെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം, ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അത് നമ്മൾ അക്കൗണ്ട്സിലോട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെ. ബില്ല് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, ഇന്നതിന് ഇത്ര ക്വാണ്ടിറ്റി, ഇന്ന ഗുഡ്സ് ഇത്ര ക്യാഷ് ആയിട്ടുണ്ട് അല്ലെ. നമ്മള് പേയ്മെന്റ് നടത്തും, അക്കൗണ്ടിൽ നമ്മൾ അത് കുറിച്ച് വെക്കാറുണ്ട് അല്ലെ, രേഖപ്പെടുത്തി വെക്കും. പിന്നെ എന്താണ്, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റെക്കോർഡ്സ്. എന്താണ്, എല്ലാ റിപ്പോർട്ട്സുകളും നമ്മൾ ഉണ്ടാക്കുകയും അത് നിലനിർത്തുകയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ജീന, എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ? ചൂടുണ്ടോ അവിടെ? ചൂട് കൂടുതലാണോ നമ്മളുടെ ഇവിടെ പോലെയാണോ? അവിടെ എങ്ങനെയുണ്ട്, ചൂടാണോ നല്ല തണുപ്പാണോ? ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇനി എപ്പോഴാ അവിടെ ചൂടാവാം? 3 മന്ത് തണുപ്പായിരിക്കും.
ആ എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. നോമ്പുള്ളവരോടെല്ലാം മിസ് പറയുന്നുണ്ട്, അവർക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. നല്ലോണം വെള്ളം കുടിക്കാട്ടോ, ചൂട് കാലമാണ്. അതുകൊണ്ട് വളരെ ഇപ്പൊ മുമ്പ് പറഞ്ഞില്ലേ, ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു, വളരെ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞാൽ പാടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. ഇപ്പോ പച്ചവെള്ളത്തിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലപ്പോ അവര് കുടിക്കില്ല. അപ്പൊ നാരങ്ങ വെള്ളമോ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാൻ നോക്കാം കേട്ടോ. ടാങ്ക് ഒന്നും കലക്കി കൊടുക്കണ്ട, നാരങ്ങ വെള്ളം അങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുടിച്ചോളും. ജ്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും ശ്രദ്ധിക്കുക, അസുഖങ്ങളൊന്നും വരുത്താതെ നോക്കാം. ബുദ്ധിമുട്ടാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും നോക്കാം, പ്രായമായവരെയും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. എന്ത് പറ്റി? ബ്ലഡില് ഇൻഫെക്ഷൻ ആയി ദൈവം. ചൂട് കൗണ്ട് കൂടി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ ആയോ എന്നിട്ട് ശരണ്യ? ചൂടിന്റെ ആണെന്ന് പറഞ്ഞോ അപ്പൊ? എന്താ കാരണം? ചൂടിന്റെ തന്നെയാണോ അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നത്? ഓക്കെ. ചെയ്യാം. മോന് എത്ര വയസ്സുണ്ട്? ചെറിയ കുഞ്ഞാണോ? വന്നതേ ഉള്ളൂ അല്ലെ? ശ്രദ്ധിക്കാട്ടോ. സഹ വന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ. എന്നിട്ടാണ് അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോ മാസ്ക് വെക്കാം. അതെ, പൊടിയും ഉണ്ടാവുമല്ലോ. പൊടി അതാ മെയിൻ ആയിട്ട് ഇപ്പൊ പൊടിയാണ്. എല്ലായിടത്തും ഭയങ്കര പൊടിയാ. ഇതാണ് പ്രശ്നം വരുന്നത്. ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആവും പെട്ടെന്ന്. അതെ അതെ അതെ, അതാണ് റോഡിന്റെ പണി നടക്കുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ബസ്സിന് പോയാലും നല്ല പൊടിയാ. അപ്പൊ കുഞ്ഞുങ്ങള് പിന്നെ മാസ്ക് വെക്കില്ലല്ലോ. എന്റെ മോള് മാസ്ക് വെക്കില്ല. വെച്ചു കൊടുത്തു കഴിഞ്ഞാലും അത് മാറ്റും. അതെ അതെ. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വലുതും വന്നാൽ പിന്നെ അമ്മമാർക്കാണ് ടെൻഷൻ. പേടിയാവും. ഭയങ്കര ബുദ്ധിമുട്ട്. അതെ അതെ. അമ്മമാര് തന്നെ ശ്രദ്ധിക്കാം. ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോ മഴ പെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ മഴ? ഒരു തുള്ളി പോലും വീഴുന്നില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ആ ശ്രദ്ധിക്കാട്ടോ ശരണി, ഇപ്പോഴും ശ്രദ്ധിക്കാം കുഞ്ഞിനൊക്കെ. ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞാലും എല്ലാവരോടും പറയുന്നതാണ്. ശരണിയുടെ കാര്യം മാത്രമല്ല, എല്ലാവരോടും കറക്റ്റായിട്ട് നോക്കുക. അതെ, കൂടുതൽ മഴ പെയ്യും. പക്ഷെ മഴക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലെ? 2 ദിവസമായിട്ട് മഴക്കാരുള്ളത് പോലെ തോന്നി. പക്ഷെ മഴ ഒന്നും പെയ്യുന്നില്ല. അതെ. ആ
നെക്സ്റ്റ് നോക്കിയാലോ. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയും ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്രത്തോളം നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? എന്താണ്, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ആവശ്യത്തിന് മാത്രം ഐറ്റംസുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഇല്ലേ? ഇപ്പൊ എന്താണ്, എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നമ്മൾ ഓവർ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഓവറായിട്ട് ആവശ്യത്തിനല്ലാതെ അതിന് കൂടുതലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ? മെഡിസിൻസ് ഒക്കെ ആയാലും എക്സ്പയറി ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്ക് കുറച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, വാട്ട്, വെൻ, ഹൗ മച്ച് ടു ഓർഡർ, how much to store to meet the purchasing and storage expenses at a minimum is called inventory control. Okay, so underline say what, when, how much to order, how much to store to meet the purchasing and storage expenses at minimum is called the inventory control. What, in the സാധനം, when, എപ്പോൾ, how much, how much to order, എത്രത്തോളം ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓർഡർ ചെയ്യണം, how much to store, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ എന്ന്. എന്താണ് പറഞ്ഞത്? എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസസ് ഓഫ് മാനേജ്മെന്റ് which is used to sustain an economic investment in materials and product for the objective of obtaining a maximum financial return. എന്താണ് അതിന്റെ ഒരു എന്തെന്ന് പറയുന്നത്, ഒരു എയിം അല്ലെങ്കിൽ എന്താണ് ഈ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? പരമാവധി ഫിനാൻഷ്യൽ റിട്ടേൺ നമുക്ക് കിട്ടും ഇല്ലേ? കോസ്റ്റ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഉണ്ടാവില്ല, പരമാവധി നമുക്ക് ഫിനാൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ എന്താണ് സാമ്പത്തിക നേട്ടം നമുക്ക് പരമാവധി ആക്കാനായിട്ട്, മാക്സിമം ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്റ്റെയിനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. നമുക്ക് എന്താണ് ആ റിട്ടേൺ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് മാക്സിമം ആക്കുക എന്നതാണ്. ഓക്കെ, അയച്ചൊക്കെയൊന്ന് ഗോൾസ് ഒന്ന് വായിച്ചു നോക്കിയും. 4 പോയിന്റ് ആണുള്ളത് ഗോൾസിന്. ഒന്ന് വായിച്ചു നോക്കിയും. എന്താ ഫസ്റ്റ് പോയിന്റ് ഗോൾ എന്ന് പറഞ്ഞാല്? ഫസ്റ്റ് പോയിന്റ് ഓക്കെ,
provide supplies available when needed to maintain constant operations. എന്താണ്, ഒരു ഹോസ്പിറ്റലിന് ഓരോ ഡിപ്പാർട്ട്മെന്റ്, പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും നിരന്തരമായിട്ടുള്ള, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ്, നിരന്തരമായിട്ടുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യത്തിന് മാത്രം സപ്ലൈ ചെയ്ത് നൽകുക. അപ്പൊ എന്താണ്, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇല്ലേ, അല്ലെ, നമുക്ക് എന്താണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യത്തിനനുസരിച്ച് അവര് പറയുമ്പോ 10 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 എണ്ണം കൊടുക്കാതെ എന്ത് ചെയ്യണം, ആ 10 എണ്ണം തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകണം. അപ്പൊ എന്താണ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, നഷ്ടം ഉണ്ടാകില്ല, നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് when required through reduction or purchase. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്, നമ്മള് സ്റ്റോക്കുകള് പിശുക്കി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കുറെ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ഒത്തിരി നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിലൊക്കെ നിങ്ങളുടെ അമ്മമാരെന്താ, അരിയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഭയങ്കര പട്ടിണിയും കാര്യങ്ങളൊക്കെ ആണല്ലേ, അപ്പൊ അരിയൊക്കെ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോഴൊക്കെ നമ്മള് അങ്ങനെയല്ലല്ലേ, അരിയൊക്കെ ആവശ്യത്തിന് മാത്രം അളന്നെടുത്തിടും അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ കറി വെക്കുന്നതായാലും, ഇപ്പോ കടല അല്ലെ, ധാന്യങ്ങളൊക്കെ കറി വെക്കുമ്പോ ഓരോ പിടി ഒരാൾക്ക് അല്ലെ. പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെയാണ്. അവർ പണ്ട് കാലങ്ങളിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഈ എന്താ അരി കൊടുക്കും, ചോറ് കൊടുക്കും, ബാക്കി കഞ്ഞോളം ആണ് അവര് കുടിക്കുന്നതെന്ന്, വെള്ളം മാത്രമായിരിക്കും അവര് കുടിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവരെന്താണ്, നാളത്തേക്ക് എടുത്ത് വെക്കോ അല്ലെ, പിശുക്കിയാണ്. അതെ അതെ അതെ, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മളെന്താ, ഇപ്പോഴത്തെ കുട്ടികളായാലും, പക്ഷെ ചെയ്യുന്ന പെൺപിള്ളേരുണ്ട് കേട്ടോ, ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. എന്താണ്, ആവശ്യത്തിന് മാത്രം നമ്മള് എപ്പോഴും നമ്മളായാലും നമ്മൾ ശ്രദ്ധിക്കാം, എപ്പോഴായാലും ആവശ്യത്തിന് മാത്രം നമ്മുടെ അരിയും സാധനങ്ങളായാലും, എന്തോരം കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തോരം പേർക്കാണ് ഭക്ഷണം കിട്ടാത്തത് അല്ലെ. അപ്പൊ നിങ്ങളെ കുട്ടികളെയും നിങ്ങൾ പഠിപ്പിക്കുക ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പൊ ആവശ്യത്തിന് മാത്രം നമുക്ക് എന്താണ് അരിയും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ മതി. പിന്നീട് ബാക്കി വരുന്നത് ചിലപ്പോൾ കൊണ്ട് കളയാറുണ്ട് ചിലവര് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന്, ആഫ്രിക്കയിലൊക്കെ എന്താണ് കുട്ടികൾ മണ്ണ് ഭക്ഷിച്ചാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്, ആ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കാം, ഭക്ഷണം പാഴാക്കാതിരിക്കാം. ചിലപ്പോ ഇപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടും, കുറെ നാള് കഴിയുമ്പോൾ ചിലപ്പോ അതിനൊന്നും ചിലപ്പോ വകയില്ലാത്തൊരു ദിവസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാം. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ തലതിരിച്ച പിള്ളേരാണ്, പറയുന്നത് കേൾക്കില്ല, കുറുമ്പന്മാരാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിത സാഹചര്യം, നമ്മള് പാരന്റ്സ് ആയാലും, എന്റെ കാലഘട്ടത്തൊക്കെ ഞാൻ എന്ത് ഓരോ കാര്യങ്ങൾ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാല് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ തന്നെ ഞാൻ എന്തെങ്കിലും ചിലപ്പോ പെരുന്നാളൊക്കെ വരുമ്പോ ചിലവർക്ക് എന്താ ആഴ്ചയിലും മാസത്തിലൊക്കെ ഇപ്പൊ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും, പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അത് വേണം, കടയിൽ പോയിട്ട് അത് വേണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ കാലഘട്ടത്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അല്ലെ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ആവശ്യത്തിന്, ഇപ്പോ നമ്മളെ വീട്ടിൽ ചിലപ്പോ JCB, ഒരു കളിപ്പാട്ടം JCB തന്നെ പല ടൈപ്പ് ഉണ്ടാവാം അല്ലെ. പിന്നെ കടയിൽ പോയിട്ട് JCB വാങ്ങിപ്പിക്കുന്ന പിള്ളേരുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെയുള്ള രീതിയിൽ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരു സാഹചര്യം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ രീതിയിൽ കുട്ടികളെ വളർത്താനായിട്ട് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ അതാണ് പറഞ്ഞത്, എന്താണ് ആവശ്യത്തിന് മാത്രം പിശുക്കി നമ്മൾ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും അല്ലെ. നാളത്തേക്ക് നമ്മൾ എടുത്തു വെക്കുക അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഒരു ഇത്തിരി ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പിശുക്കി ചെലവാക്കാനായിട്ട് നോക്കുക. ഓരോ കാര്യങ്ങളും ആവശ്യത്തിന് മാത്രം, അതായത് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, retain capital investment at the maximum level possible. അതായത് വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവലിലേക്ക് മാറ്റുക.
ഓക്കെ, വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവലിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ, എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും മെയിൻ ആയിട്ട് ഇതിൽ പറയുന്ന കാര്യം എന്താണ്, ഈ കൺട്രോളുകൾ, ഇൻവെന്ററി കൺട്രോളുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൊഡക്ഷൻ നമ്മൾ നടത്തുമ്പോഴായാലും ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 10 പറഞ്ഞു കഴിഞ്ഞാൽ 15 കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് നഷ്ടം വരും അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായാലും പ്രൊഡക്ഷൻ നടത്തുമ്പോഴായാലും ആവശ്യത്തിന് മാത്രം ചെയ്തു കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ എന്താണ്, നമുക്കൊരു പ്രോഫിറ്റ് നമുക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിട്ടേൺ നമുക്ക് മാക്സിമം ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് വലിയ മൂലധന നിക്ഷേപം വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമ്മൾ എന്താണ് ആ റിട്ടേൺ അല്ലെങ്കിൽ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മിനിമം ആക്കുക. വലിയ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട, നമ്മുടെ ആവശ്യത്തിന് മാത്രം അല്ലെ. ഇപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പർച്ചേസ് ചെയ്യാം. എപ്പോഴും നമ്മൾ ആഴ്ചയിൽ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണ്, ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ 5 വർഷം 6 വർഷം അതിന്റെ പ്രവർത്തനം നിൽക്കാതെ അല്ലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓടിക്കോളും അല്ലെ. അത് അങ്ങനെയാണ്. മാസത്തിൽ ഈ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ കൃഷ്ണേന്ദു? ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ്, വലിയ രീതിയിൽ നമ്മളത് പർച്ചേസ് ചെയ്യാതെ മൂലധന നിക്ഷേപം എന്നത് ഒരു മിനിമം ലെവലിലോട്ടാക്കി കൊണ്ടുവരാം. ഇനി അതിന്റെ ഇടയിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ, അതെന്താണെന്ന് നോക്കാം. ഇഫ് ദർ ഈസ് എ നോ ഇൻവെന്ററി കൺട്രോൾ, നമുക്ക് ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുന്നത്? There will be no liability, overstocking or understocking of materials, loss of materials, etc. It releases a lot of working capital. എന്താണ്, ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തോന്നിയ പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുക അല്ലെ. ഓവർ സ്റ്റോക്കിംഗ് ആയിരിക്കും, ചിലപ്പോ സ്റ്റോക്കിംഗ് ഓവറായിട്ട് നടത്തും. നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കും, ആവശ്യത്തിന് അല്ലാതെ അതിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും. ചിലപ്പോ ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ കുറവ് സാധനങ്ങൾ വാങ്ങിക്കാം, അണ്ടർ സ്റ്റോക്കിംഗ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്താണ്, ആരും നിയന്ത്രിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ലോസ് ആവാൻ, ചിലപ്പോൾ മോഷ്ടിച്ചുകൊണ്ടുപോവാം. അല്ലെങ്കിൽ എന്താണ്, അവിടെ നിന്ന് പലരും എന്താണ്, ഇപ്പോ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, ലോഷൻ കാര്യങ്ങളൊക്കെ പല രീതിയിൽ ഇങ്ങനെ കുറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അവര് അടിച്ചു തുടയ്ക്കുമ്പോ ഒക്കെ അത് എന്താണ്, ഒരു നിയന്ത്രണം ഇല്ലാതെയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ്, അത് ലോസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻവെന്ററി കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ചെലവ് എന്താണ്, വലിയ രീതിയിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ലൊരു പ്രവർത്തന ചെലവാവാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവും, അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടാവും, ലോസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ആരും നിയന്ത്രിക്കാനില്ല, അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ നിയന്ത്രിക്കാൻ ആരും ഇല്ല, കൺട്രോൾ ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ്, ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അല്ലെ, അതൊക്കെ നല്ല രീതിയിൽ ഒരു നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് എന്താണ്, വലിയ രീതിയിലാകും അല്ലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? കണക്ട് ചെയ്ത് നോക്കാട്ടോ. ഓക്കെ, ഇനി എന്താ, ഇനി ഇമ്പോർട്ടന്റ് ആണ് റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, റിസർവ് ഇതായിരിക്കും. കരുതൽ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്, കരുതൽ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്കിനെ പറയുന്ന ഒരു മറ്റൊരു പേരാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടാ, എന്താണ്, ബഫർ സ്റ്റോക്ക്. ഓക്കെ, റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ബഫർ സ്റ്റോക്ക്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഈസ് എ സ്റ്റോക്ക് kept to provide uncertainty
in consuming rate or lead time of the material. അതെന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ is a stock kept to provide uncertainty in consuming rate or reordering or lead time of the material. എന്താണ് ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ സ്റ്റോക്ക് ആണ്. അതായത് ഒരു തീർച്ചയില്ലാത്ത അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തീർച്ചയില്ലാത്ത ഒരു അവസ്ഥ. നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത് എപ്പോ കിട്ടും എന്ന് കിട്ടും അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആ റേറ്റിംഗ്. ഇപ്പൊ ഒരു മെഡിസിൻ ആയിക്കോട്ടെ, മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു രീതിയിലായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും ഇല്ലേ. അപ്പൊ അതിന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഉപയോഗിക്കുന്ന റേറ്റ് കൂടും. അതുപോലെ തന്നെ ലീഡ് ടൈം നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ ആ ഡെലിവറി ടൈം കൂടിക്കഴിഞ്ഞാൽ മെറ്റീരിയൽസ് എന്താണ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അല്ലെ. ലീഡ് ടൈം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് ടൈം എടുക്കും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് അപ്പൊ മെറ്റീരിയൽസിന്റെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ മെഡിസിൻ ഉപയോഗിക്കുന്ന ആ കൺസ്യൂമിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആവും. അപ്പൊ എന്താണ് ഫാർമസിയിൽ ആ മെഡിസിൻ അവിടെ അവൈലബിൾ ആകില്ല, അത് കിട്ടാനായിട്ട് നേരം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യാം? ഫാർമസിയിൽ ഇല്ലെന്നാലും പക്ഷെ അത് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഡിസിൻ എടുത്ത് അവിടെ അവൈലബിൾ ആക്കും ഫാർമസിയില്. അപ്പൊ രോഗികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇല്ലേ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. അതിന്റെ എക്സാമ്പിൾ തന്നെ പറയാം കേട്ടോ. വീട്ടില് അമ്മമാരെന്ത് ചെയ്യും? പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കും അല്ലെ. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? ഓരോ ടിന്നുകളിലാക്കിയിട്ടൊക്കെ ഇപ്പൊ കടല, പരിപ്പ്, പയറൊക്കെ നമ്മളായാലും ടിന്നുകളിലാക്കി വെക്കും. അപ്പൊ അതിനായാലും നമ്മളൊരു ബക്കറ്റിലോ ഏതെങ്കിലുമൊക്കെ ഇട്ട് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരു ദിവസം എന്താണ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ കസിൻസോ ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നത്. അപ്പൊ എന്താണ് അവർക്ക് കൊടുക്കാനായിട്ട് ഫുഡ് ഇല്ല, അല്ലെങ്കിൽ അരി വെച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് മാത്രം നമ്മൾ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഈ ബക്കറ്റിൽ വെച്ച കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ അരി എടുത്ത് നമ്മൾ ഇടും ഇല്ലേ. അരി എടുത്ത് വെക്കുമല്ലേ നമ്മള്. അപ്പൊ എന്താണ് അവർക്കും കൂടി കൊടുക്കുക, നല്ല രീതിയിൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കരുതി വെച്ചാൽ ഇപ്പോ അവർക്ക് കൊടുക്കാൻ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കരുതി വെച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ നിന്ന് ആ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് അരി വെച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഫാർമസിയിൽ മെഡിസിൻ ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റ് കൂടുതലാണ്. അപ്പൊ ഫാർമസിയിൽ ആ മെഡിസിൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലീഡ് ടൈം, അത് നമ്മൾ ഓർഡർ ചെയ്ത് വരാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. ലീഡ് ടൈം കൂടുതലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മെഡിസിൻ എടുത്ത് ഫാർമസിയിൽ അവൈലബിൾ ആക്കി പേഷ്യൻസിന് കൊടുക്കുന്നു. അതാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി എന്താ? റീഓർഡർ ലെവൽ ഓർ റീഓർഡർ പോയിന്റ് is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock out. എന്താണ് ഈ റീഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാല്? നമ്മളെപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് സ്റ്റോക്കുകൾ നമ്മൾ റീഓർഡർ ചെയ്ത് ക്രമീകരിച്ച് വെക്കുക. അതായത് ഇത് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളുടെ വീട്ടിലെ അമ്മമാരെ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ, പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ അവരുടെ ഒരു നേതൃത്വത്തിലായിരിക്കും വാങ്ങിക്കുന്നത് അല്ലെ. അപ്പോ നമ്മളിപ്പോ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ കുപ്പിയിൽ ഒരു ഭാഗമുള്ളൂ, വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ പാക്കറ്റ് ഒന്നുമില്ല, കുപ്പിയിൽ ഒരു ഭാഗമുള്ളൂ. അപ്പൊ അമ്മ പറയും എന്താണ്? അച്ഛനോട് പറയും. അച്ഛനായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അച്ഛനോട് പറയും വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ട് കേട്ടോ. തീർന്ന കഴിഞ്ഞിട്ടല്ല അമ്മ പറയുന്നത് അല്ലെ. കുപ്പിയിൽ കുറച്ചുള്ളൂ, അപ്പൊ അതുകൊണ്ട് അമ്മ പറയും വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ട്, വാങ്ങിക്കണം അല്ലെ. പറയാറുണ്ട് ഇല്ലേ? നമ്മളായാലും പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് വെക്കണം. മനസ്സിലായോ? അതാണ് ബഫർ സ്റ്റോക്കും റീഓർഡർ ലെവലും.
ഒന്ന് വായിച്ചു നോക്കിയേ. തീരുന്നതിന് മുൻപ് നമ്മൾ റീഓർഡർ ചെയ്യാം. ഇത് കരുതി വെച്ച് സ്റ്റോക്കിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. വായിച്ചു നോക്കാം കേട്ടോ. Next ആണ് kinds of order that is placed. Okay, kinds of order that is placed. മൂന്ന് കാര്യങ്ങളാണ്, സിസ്റ്റംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Cyclical order system, fixed quantity system, two bin system. ഓക്കെ, മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the system is the fixed interval order of the periodic review system. This system is the fixed interval order of the periodic review system. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായി ഫിക്സഡ് ഇന്റർവെൽസില് ഒരു മന്തോ അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെ കൂടുമ്പോ അവരിൽ നിന്നും ഓർഡർ ചെയ്ത് വരുന്നു. അതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാല്. ഓക്കെ, ഫിക്സഡ് ഇന്റർവെൽസിന്റെ അവിടെ ഒന്ന് അടിയിലൊന്ന് വരച്ചേ. ആ സെന്റൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ ചിലപ്പോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായിട്ട് ഫിക്സഡ് ഇന്റർവെൽസില്, അതായത് 1 വീക്കോ അല്ലെങ്കിൽ 1 മന്തോ ഒക്കെ കൂടുമ്പോ ഓർഡർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഇനി നെക്സ്റ്റ് ആണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ഓക്കെ, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം അതായത് the system is based on ordering fixed quantities at different intervals. എന്താണ് അവിടെ പറയുന്നത്? ഫിക്സഡ് ക്വാണ്ടിറ്റീസിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കാം കേട്ടോ. ഫിക്സഡ് ക്വാണ്ടിറ്റീസ് അവിടെ ഫിക്സഡ് ഇന്റർവെൽ ആയിരുന്നു, ഇവിടെ എത്തുമ്പോ ഫിക്സഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് അടിയിൽ വരയ്ക്കാം. എന്താണ് പല ഇടവേളകളില് എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ഇടവേളകളില് ഡിഫറെന്റ് ഇന്റർവെൽസില് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസില് ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ആ വേർഡിൽ തന്നെ, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് അവര് പല പല ഇടവേളകളിലാണ് ഓർഡർ ചെയ്യുന്നത് അല്ലെ. പല പല ഇടവേളകളില് ഫിക്സഡ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഇപ്പൊ നീഡിൽസ് ആയാലും മെഡിസിൻസ് ആയാലും അല്ലെ, ഇപ്പോ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസിലായിരിക്കും അവര് ഓർഡർ ചെയ്തു വരുന്നത് മെഡിസിൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാല് പല ഇടവേളകളില് ഫിക്സഡ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്തു വരുന്നു. മനസ്സിലായില്ലേ? അപ്പോ സൈക്ലിക് ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഉണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്? ടു ബിൻ സിസ്റ്റം. When the items cannot be measured on the basis of any
agreed value or terms, the order will be placed on the basis of logical reasoning after incurring the volume contained in the containing box. Example, plaster of Paris bars. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പൗഡർ ആണ്. കണ്ടിട്ടുണ്ടോ? കാണാത്തവര് ജസ്റ്റ് ഒന്ന് നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ, അപ്പൊ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം പേര് അത് തന്നെ പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്. ഒരു വൈറ്റ് കളർ കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ എന്താണ് ഈ ഐറ്റംസ് നമ്മള് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല, അല്ലെ? എന്താ പൗഡറും കാര്യങ്ങളൊക്കെയാണ്. ഗ്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ മുറിവുകൾ വെച്ച് കെട്ടാൻ വേണ്ടിട്ട് വൈറ്റ് തുണി ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ? മുറിവുകൾ ഇങ്ങനെ വെച്ച് കെട്ടുന്നത് അതാണ് കേട്ടോ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്യാനായിട്ട്, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഉള്ള ബോക്സുകളിൽ എത്രത്തോളം വോളിയം ബാക്കിയുണ്ട് എന്ന് പറയാനായിട്ടും പറ്റില്ല. അത് എന്താണ്? ഈ തുണിയാണ്, അതുപോലെ തന്നെ ഈ പൗഡറാണിത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പോ അത് ചിലപ്പോ പാക്കറ്റിൽ ചിലപ്പോ ഒരു കാഭാഗം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഉണ്ടാവാം, അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുന്നത്. അതിനെയാണ് 2 bin സിസ്റ്റം എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ തുണി ആയാലും എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ എത്രയുണ്ട് ബാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പൗഡർ ആയാലും നമുക്ക് എത്രയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു പാക്കറ്റിന്റെ ഒരു മുക്കാൽ ഭാഗം ഉണ്ട്, അല്ലെങ്കിൽ ഭാഗം അരഭാഗം ഉണ്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മള് ഓർഡർ കൊടുത്ത് അത് വരുന്നതിനെയാണ് എന്ന് പറയുന്നത് 2 bin സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ഇന്റർവെൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഫിക്സഡ് ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി, ഡിഫറെന്റ് ഇന്റർവെൽസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. 2 bin സിസ്റ്റം അറിയാലോ, ആ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലാസും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് എത്ര വോളിയം ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇത് എത്രയുണ്ട്, മുക്കാൽ ഭാഗമാണോ ഭാഗമാണോ എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എത്ര എണ്ണമാണെന്നൊന്നും പറ്റില്ല നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട്. അയച്ചു നോക്കിയേ. അതെ, ഏതാണ് പറയേണ്ടത്? കണ്ടില്ല മിസ്, ഏതാണ് പറയേണ്ടത്? ട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. കാരണം അതുള്ള ബോക്സിൽ എത്രത്തോളം വോളിയം ഇനി ബാക്കിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതായത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൗഡറാണ്, പ്ലാസ്റ്റർ കുത്തിച്ചു കൊടുക്കുന്ന ഒരു പൗഡറാണ്. അത് നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, കാണാത്തവര് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു പൗഡറാണ്. അപ്പൊ അത് ആ പാക്കറ്റിൽ നമുക്ക് ഒരു കാഭാഗം ഉണ്ടാവാം, ഒരു അരഭാഗം ഉണ്ടാവാം, അല്ലെ? ഒരു മുക്കാഭാഗം. ഇങ്ങനെ നമുക്ക് പറയാനായിട്ടേ പറ്റുള്ളൂ, ഒരു ഏകദേശം നമുക്ക് പറയാനായിട്ടേ പറ്റുള്ളൂ. ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിവിന് നമ്മള് തുണി എന്താണ് റാപ്പ് ചെയ്ത് കൊടുക്കില്ലേ, ആ വൈറ്റ് തുണി, അതിനെയാണ് മുറിവുകള് നമ്മൾ വെച്ച് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തുണിയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡ്രസ് ചെയ്യുന്ന തുണിയായാലും ഈ പൗഡർ ആയാലും നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വൈറ്റ് തുണിയാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പോ പാക്കറ്റിൽ എത്രയുണ്ട്, ഇപ്പോ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയാലും പാക്കറ്റിൽ എത്രയുണ്ട് വോളിയം പറയാൻ പറ്റില്ല. അത് ആ മുക്കാഭാഗം കാഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താനായിട്ട് പറ്റുന്നത്. മറ്റേതൊക്കെ എന്താ, ഫിക്സഡ് ക്വാണ്ടിറ്റിയില്, ഫിക്സഡ് ഇന്റർവെൽസില് ഒക്കെയാണ് അവര് ഓർഡർ ചെയ്ത് വരുത്തുന്നത്. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി, പൗഡർ ആണ്, അതുപോലെ തന്നെ ഈ എന്താണ് ഡ്രസ്സിങ് തുണിയാണ്. അതൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാഭാഗമുണ്ട്, അരഭാഗമുണ്ട്.
അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്താനായിട്ട് പറ്റുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ.